Hi friends, once again welcome to another YouTube class of We Are Optimal Learning. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. സോ ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി. വി ആർ ഒപ്റ്റിമൽ ലേണിന്റെ ആദ്യത്തെ കെമിസ്ട്രി ക്ലാസ് ആണ്. സോ നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. പ്ലസ് വൺ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ആഫ്റ്റർ ദിസ് ലെക്ചർ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, know about the history of development of periodic table, and understand the modern periodic law and present form of periodic table and their properties. Okay. സോ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിനെ കുറിച്ചാണ്. എന്തിനാണ് നമ്മൾ ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് എലമെന്റ് എന്നതാണ്. സോ വാട്ട് ഈസ് എലമെന്റ്? Element is a pure substance that is made up of only one type of atom. എന്ന് പറഞ്ഞാൽ എലമെന്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അത് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ് ബൈ കെമിക്കൽ പ്രോസസ്സസ്. അതിനെ ഓർഡിനറി കെമിക്കൽ പ്രോസസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ബ്രോക്കൺ ചെയ്യാൻ സാധിക്കുകയില്ല. അതിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. 1800 കാലഘട്ടങ്ങളിൽ വെറും 31 എലമെന്റ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1865 ആയപ്പോൾ അത് എത്രയായി മാറി? 63 മാറി. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മോസ്ലി കണ്ടുപിടിച്ച മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ്സ് ആണ് ഉള്ളത്. സോ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡോബറൈനസ് ട്രയാഡ് ആണ്. അദ്ദേഹത്തിന്റെ അറേഞ്ച്മെന്റ് ആണ് ആദ്യമായി പഠിക്കാനുള്ളത്. രണ്ടാമത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. മൂന്നാമതായി ലോദർ-മെയേഴ്സ് അറ്റോമിക് വോളിയം കർവ്. ഓക്കെ, ഫസ്റ്റ് വൺ ഡോബറൈനസ് ട്രയാഡ്. Dobereiner classified elements into groups containing 3 elements and are generally known as triads. ഡോബറൈനർ മൂലകങ്ങളെ 3 ഘടകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. In every triad, the mass number of second element will be the average of mass number of first and third element, which means second elementന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എലമെന്റിന്റെയും മൂന്നാമത്തെ എലമെന്റിന്റെയും ആവറേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് സെക്കൻഡ് എലമെന്റ് അറ്റോമിക് മാസ് ലഭിക്കും. ഫോർ ഇൻസ്റ്റൻസ്, ഒന്നാമത്തെ ട്രയലിലുള്ള 3 എലമെന്റ്സ് ആണ് ലിത്തിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. ദി അറ്റോമിക് മാസ് ഓഫ് ലിത്തിയം ഈസ് 7 and the atomic mass of sodium is 23 and the atomic mass of potassium is 39. ഒന്നാമത്തെ എലമെന്റ് ലിത്തിയമാണ്. ലിത്തിയത്തിന്റെയും മൂന്നാമത്തെ എലമെന്റ് ആയ പൊട്ടാസ്യത്തിന്റെയും ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് 23 എന്ന് കിട്ടും. ആ 23 ആണ് രണ്ടാമത്തെ എലമെന്റ് ആയ സോഡിയത്തിന്റെ അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് ഓഫ് ലിത്തിയം 7 ആണ്. 7 പ്ലസ് അറ്റോമിക് മാസ് ഓഫ് പൊട്ടാസ്യം 39 gives 46, and 46 divided by 2 we get what? 23, and that is the atomic mass of the second element potassium. ഇങ്ങനെയാണ് ഡോബറൈനസ് ട്രയാഡിലെ സെക്കൻഡ് എലമെന്റ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. ഇതേപോലുള്ള സിമിലർ പ്രോപ്പർട്ടീസ് ഓരോ ട്രയാഡുകളിലും കാണിക്കും. ഒന്നാമത്തെ എലമെന്റിന്റെയും മൂന്നാമത്തെ എലമെന്റിന്റെയും ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ സെക്കൻഡ് എലമെന്റ് അറ്റോമിക് മാസ് ലഭിക്കും. ഇതാണ് ഡോബറൈനസ് ട്രയാഡ് എന്ന് പറയുന്നത്. ഓക്കെ, and the next topic is Newland's law of octaves. If elements are arranged in the increasing order of atomic weights, every 8 elements show similar property with the first element. അതായത് അദ്ദേഹം എലമെന്റ്സിനെ അറ്റോമിക് വെയ്റ്റിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? എവരി 8 എലമെന്റ്, എട്ടാമത്തെ എലമെന്റ് ഒന്നാമത്തെ എലമെന്റ് ആയിട്ട് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും എന്നാണ് ലോ ഓഫ് ഒക്ടേവ്സ് അനുസരിച്ച് പറയുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് സീൻ ഓൺലി അപ് ടു ദ എലമെന്റ് കാൽഷ്യം. കാൽഷ്യം വരെയുള്ള എലമെന്റ് അതുവരെ മാത്രമായിരുന്നു ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് കാണിച്ചിരുന്നത്. ഇതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് ലോദർ-മെയേഴ്സ് അറ്റോമിക് വോളിയം കർവ്. നെക്സ്റ്റ് വൺ ഈസ് ലോദർ-മെയേഴ്സ് അറ്റോമിക് വോളിയം കർവ്. Mayer draws different graphs connecting atomic mass with atomic volume, melting point, boiling point, etc.
മേയർ എന്ത് ചെയ്തു? ഒരുപാട് ഗ്രാഫ് വരച്ചു. അദ്ദേഹം എന്തിനേക്ക് കണക്ട് ചെയ്തു? അറ്റോമിക് മാസിനെയും അറ്റോമിക് വോളിയത്തിനെയും മെൽറ്റിംഗ് പോയിന്റിനെയും ബോയിലിംഗ് പോയിന്റിനെയൊക്കെ വെച്ച് അദ്ദേഹം ഒരുപാട് ഗ്രാഫ് വരച്ചു. So and he concluded that mass number is the basic property of an element. ഒരു എലമെന്റ് ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാസ് നമ്പർ ആണെന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. Also, elements with similar properties are occupied at similar positions on graph. അദ്ദേഹത്തിന്റെ ഗ്രാഫില് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിന് സിമിലർ പൊസിഷൻസ് അദ്ദേഹം നൽകുകയുണ്ടായി. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ലോദർ-മേയേഴ്സ് അറ്റോമിക് വോളിയം കർവ്. The next topic is Mendeleev's periodic table, and this topic is very important in exam point of view. So, the concept of periodic table was first introduced by Mendeleev. Periodic table എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് മെൻഡലീവ്സ് ആണ്. ആൻഡ് he arranged 63 elements in the form of horizontal rows and vertical columns. അപ്പോൾ അറിയപ്പെട്ടിരുന്ന 63 എലമെന്റ്സിനെയും അദ്ദേഹം ഹൊറിസോണ്ടൽ റോകളായിട്ടും വെർട്ടിക്കൽ കോളംസ് ആയിട്ടുമാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. ഹൊറിസോണ്ടൽ റോസ് ആർ നോൺ ആസ് spirits and vertical columns are known as group. Mendeleev's periodic table contain 8 groups and 7 periods. Mendeleev's periodic table 8 ഗ്രൂപ്പുകളും 7 periodsുമാണ് ഉള്ളത്. The groups are numbered from 0 to 7. The first 7 groups are subdivided into A and B. So ഗ്രൂപ്പുകൾ അദ്ദേഹം നമ്പർ ചെയ്ത് എങ്ങനെയാണ്? 0 മുതൽ 7 വരെയാണ് അദ്ദേഹം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 7 ഗ്രൂപ്പ് വരെ 2 സബ് ഡിവിഷൻസ് ഉണ്ട്, A എന്നും B എന്നും. ബട്ട് the 8th group is subdivided into 3, A, B and C. എട്ടാമത്തെ ഗ്രൂപ്പിന് മാത്രം 3 സബ് ഡിവിഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, എ എന്നും ബി എന്നും സി എന്നും. Okay, so the next one is Mendeleev's periodic law. So what is Mendeleev's periodic law? The physical and chemical properties of the elements are the periodic function of atomic weight. Okay, that is known as Mendeleev's periodic law. And what is Mendeleev's periodic law? The physical and chemical properties of the elements are the periodic function of atomic weight. ഇതാണ് Mendeleev's periodic law എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് Mendeleev's periodic law. Next, what are the merits of Mendeleev's periodic table? So the first merit of Mendeleev's periodic table is elements with similar properties are occupied in same group. Similar properties കാണിക്കുന്ന എലമെന്റ്സിനെ സെയിം ഗ്രൂപ്പിലാണ് അദ്ദേഹം occupy ചെയ്തത്. Next one is he edited the atomic weight of certain elements whose mass number are known to be wrong. ചില എലമെന്റ്സിന്റെ മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ് തെറ്റായിട്ടാണ് അറിഞ്ഞിരുന്നത്. അതിൻ്റെയൊക്കെ മാസ് നമ്പർ അദ്ദേഹം എന്ത് ചെയ്തു? എഡിറ്റ് ചെയ്തു. The third one is he provide vacant space in the periodic table for the elements to be discovered and predicted their properties. ഇനി ഭാവിയിൽ എന്തെങ്കിലും എലമെന്റ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ഒക്കുപ്പൈ ചെയ്യാനുള്ള സ്പേസ് അദ്ദേഹം Mendeleev's periodic table പ്രൊവൈഡ് ചെയ്തിരുന്നു. And he predicted the names of 2 elements, and they are: the first one is Ica aluminum is called gallium and Ica silicon is called germanium. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദി ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് ഓഫ് Mendeleev's periodic table. And the first one is elements with different properties are arranged in the same group. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ അധികം സെയിം ഗ്രൂപ്പിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് increasing of mass number is not followed throughout. മാസ് നമ്പറിന്റെ ഇൻക്രീസ് ഇതിന്റെ അവസാനം വരെ അധികം എന്ത് ചെയ്തില്ല? ഫോളോ ചെയ്തില്ല. And the isotope have no position in the periodic table. Okay, so what do you mean by the term isotope? Isotope means species having the same atomic number but different mass number is called isotope. For instance, നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. സോ കാർബൺ എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന 6 ആണ്. ആൻഡ് അറ്റോമിക് നമ്പർ ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ Z ആണ്. സോ കാർബൺ എന്ന ആറ്റത്തിന് ഡിഫറെൻറ്റ് അറ്റോമിക് മാസുകളുണ്ട്. അതിൻ്റെ ഒരു അറ്റോമിക് മാസ് 12 ആണ്, അടുത്തത് 13, 14, ഇങ്ങനെ 3 അറ്റോമിക് മാസുള്ള ഒരു എലമെൻ്റ് ആണ് കാർബൺ എന്ന് പറയുന്നത്. ഒരു എലമെന്റ് സെയിം അറ്റോമിക് നമ്പർ, ദാറ്റ് മീൻസ് കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ഡിഫറെന്റ് മാസ് നമ്പർ കാണിക്കുന്ന ഒരു എലമെന്റിനെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. സോ കാർബൺ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ആൻ ഐസോടോപ്പ്.
So the next topic is modern periodic table. നമ്മൾ ഇപ്പം പഠിക്കുന്നത് 118 എലമെന്റ്സ് ഉള്ള പീരിയോഡിക് ടേബിൾ ആണ്. ആ പീരിയോഡിക് ടേബിളിനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഹെൻറി മോസ്ലി പ്രപ്പോസ്ഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ ബൈ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റിലൂടെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത്. ഹെൻറി മോസ് സയന്റിസ്റ്റ് ആണ് കൊണ്ടുവന്നത്. According to modern periodic table, there are 18 groups and 7 periods. Modern periodic table 18 groups and 7 periods ആണ് ഉള്ളത്. And he arranged the elements in the increasing order of atomic number. Atomic number in the increasing order ലാണ് ഹെൻറി മോസ്ലി modern periodic table നെ arrange ചെയ്തിരിക്കുന്നത്. For example, ഒന്നാമത്തെ atomic mass ആയ element hydrogen ആണ്. So for example, hydrogen, helium, lithium, beryllium, boron, carbon, nitrogen, oxygen, fluorine, neon, sodium, magnesium, etc. അങ്ങനെ atomic massന്റെ increasing orderലാണ് modern periodic table നെ അധികം arrange ചെയ്തിരിക്കുന്നത്. So the next topic is modern periodic law. The physical and chemical properties of the elements are the periodic function of atomic number is known as modern periodic law. Proposed by Henry Moseley. Okay. So next topic എന്ന് പറയുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണെന്നും അത് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നും മോഡേൺ പീരിയോഡിക് ലോ നമ്മൾ പഠിച്ചതാണ്. അടുത്തത് മോഡേൺ പീരിയോഡിക് ലോയിൽ 4 ബ്ലോക്കുകളുണ്ട്. പിന്നെ ഓരോ ഗ്രൂപ്പ്സിനും ഓരോ പേരുകളാണ് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിന് പറയുന്ന പേര് ആൽക്കലി മെറ്റൽസ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിനെ പറയുന്ന പേര് ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. 13ാമത്തെ ഗ്രൂപ്പിനെ ബോറോൺ ഫാമിലി എന്നും 14ാമത്തെ ഗ്രൂപ്പിനെ കാർബൺ ഫാമിലി എന്നും 15ാമത്തെ ഗ്രൂപ്പിനെ നൈട്രജൻ ഫാമിലി എന്നും 16ാമത്തെ ഗ്രൂപ്പിനെ ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാൽക്കോജൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. 17ാമത്തെ ഗ്രൂപ്പിനെ ഹാലജൻസ് എന്നും 18ാമത്തെ ഗ്രൂപ്പിനെ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ പീരീഡ്സിന്റെ കാര്യത്തിൽ ഏറ്റവും സ്മാളസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 1ാമത്തെ പീരീഡ് ആണ്. ആൻഡ് ദ ലാർജസ്റ്റ് പീരീഡ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ദ 6th പീരീഡ് ആൻഡ് ദി ഇൻകംപ്ലീറ്റ് പീരീഡ് എന്ന് പറയുന്നത് 7th പീരീഡ് ആണ്. 7th പീരീഡ് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. സോ ദ 7th പീരീഡ് ഈസ് ദ incomplete period and the largest period in the modern periodic table is the 6th period ആണ്. Okay. The next topic is periodicity. And what do you mean by periodicity? When elements are arranged in the increasing order of atomic number, the elements with similar properties comes after regular interval is known as periodicity. Okay. The next topic is blocks. Based on the subshell in which valence electron is entered. ഏത് സബ്ഷെല്ലാണോ വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്, വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ the electron which is present in the outermost shell in an atom is known as valence electron. Okay. അതുകൊണ്ട് പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ബ്ലോക്കിനെ എസ് ബ്ലോക്ക് എന്നും 2ാമത്തെ ബ്ലോക്കിനെ പി ബ്ലോക്ക് എന്നും 3ാമത്തെ ബ്ലോക്കിനെ ഡി ബ്ലോക്ക് എന്നും 4ാമത്തെ ബ്ലോക്കിനെ എഫ് ബ്ലോക്ക് എന്നുമാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ബ്ലോക്കിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഐ വിൽ ഡിസ്കസ് ലേറ്റർ. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ പ്രോപ്പർട്ടീസ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ്. വാലൻസ് ഇലക്ട്രോൺ ഈസ് എൻറ്റേഴ്സ് ഇൻടു എസ് സബ്ഷെൽ. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? എസ് സബ്ഷെല്ലാണ് വാലൻസ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. 1 and 2 are belongs to എസ് ബ്ലോക്ക്. ഗ്രൂപ്പ് 1 അതായത് ആൽക്കലി മെറ്റൽസും 2ാമത്തത് ആൽക്കലി എർത്ത് മെറ്റൽസും എസ് ബ്ലോക്കിലാണ് കാണപ്പെടുന്നത്. അതിലുള്ളത് എല്ലാ മെറ്റൽസ് ആണ്. അതുകൊണ്ട് അവ എന്തായിരിക്കും? ദി ആർ ഹൈലി റിയാക്റ്റീവ് ആണ്. ദി ആർ ഇലക്ട്രോപോസിറ്റീവ്. മെറ്റൽസ് ആർ ഇലക്ട്രോപോസിറ്റീവ്. കാരണം എന്താണ്? ദേ ലോസ് an electron which is present in the outermost shell of an atom and gain a cation, and that property is known as electropositivity. Okay, അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 and +2 for first and second group respectively. General electronic configuration is ns raised to 1 to 2 ആണ്. They are soft metals except lithium and they possess low melting and boiling point. And the last property of S block element is they are good conductors of heat and electricity. S block il varuna elementugal ellam heat neem electricity conduct ചെയ്യും.
ഇതാണ് ഇവരുടെ ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, the next one is properties of p block elements. As usual, valence electron is enters into p subshell. Valence electron p subshell ആണ് കാണപ്പെടുന്നത്. ഗ്രൂപ്പ് 13 to 18 are belongs to p block ആണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ഉള്ളത് p ബ്ലോക്കിലാണ് കാണപ്പെടുന്നത്. Elements are present in solid, liquid and gaseous state. അവയിലുള്ള എലമെന്റ്സ് solid, liquid, gaseous ഈ സ്റ്റേറ്റുകളിൽ എലമെന്റ്സ് കാണപ്പെടും. And metals, non-metals and intermediate properties കാണിക്കുന്ന മെറ്റലോയിഡ്സും p ബ്ലോക്കിലാണ് കാണപ്പെടുന്നത്. They show positive and negative oxidation state. Okay, positive and negative oxidation state കാണിക്കുന്ന എലമെന്റ്സ് p ബ്ലോക്കിലാണ് ഉള്ളത്. മോസ്റ്റ് റിയാക്റ്റീവ് 17th ഗ്രൂപ്പ് ആണ്. That means they are halogens and least reactive ആയിട്ടുള്ളത് 18th ഗ്രൂപ്പ് ആണ് and are belongs to p block. ഇവയെല്ലാം p ബ്ലോക്കിൽ കാണപ്പെടുന്ന properties ആണ്. So these are the most important properties of p block elements. So the next one is properties of d block element. d block element 13 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെയാണ് p block എന്ന് പറയുന്നത്. As usual, valence electron is enters into d subshell ആണ്. They form colored compounds. അവ എന്തുണ്ടാക്കും? colored compounds ഉണ്ടാക്കും. And they show variable oxidation state. They are generally known as transition elements. 13 മുതൽ 12 വരെയുള്ള എലമെന്റ്സിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. They are metals and they show similar properties along group and period. ഗ്രൂപ്പിലും പീരീഡിലും similar properties ആണ് അവ കാണിക്കുന്നത്. Okay. The last block is F block and the properties of F block elements are valence electron is enters into F subshell. They contains two series. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സീരീസിനെ ലാന്തനോയിഡ് സീരീസ് എന്ന് പറയും. രണ്ടാമത്തെ സീരീസിനെ ആക്ടിനോയിഡ് സീരീസ് എന്ന് പറയും. ആക്ടിനോയിഡ്സ് മാൻമെയ്ഡ് ആണ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. They form colored compounds. Also they are known as inner transition elements. പ്രത്യേകം ശ്രദ്ധിക്കണം, ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. എഫ് ബ്ലോക്കിലുള്ള എലമെന്റ്സിനെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. They variable oxidation state and they are used as catalyst in petroleum industry. Moreover, they are used as fuel in nuclear reactors and these are the main properties of F block elements. Okay, the last topic is transuranic elements. The elements comes after uranium is called transuranic elements. അതായത് atomic mass of uranium എന്ന് പറയുന്നത് 92 ആണ്. യുറേനിയം എന്ന എലമെന്റിന് ശേഷം വരുന്ന എല്ലാ എലമെന്റിനെയും നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ് യുറാനിക് എലമെന്റ്സ് എന്ന് പറയും. ഓക്കെ, +1 കെമിസ്ട്രിയിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ടോപ്പിക്സ് ഇനി വരും യൂട്യൂബ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. സോ വി ആർ ഒപ്റ്റിമൽ ലേണിന്റെ ആദ്യത്തെ കെമിസ്ട്രി ക്ലാസ് ആണ് ഇന്നിവിടെ നടന്നത്. ഇനി ഇതേപോലുള്ള നല്ല നല്ല ക്ലാസ്സുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. I hope you understand this chapter well. If you like my class, don't forget to pursue your optimal learning. Besides, you have to subscribe and share these videos to others. Okay, that's all. Thank you. Jai Hind.